നമസ്കാരം. എല്ലാവർക്കും റെഡ് റോസസിലേക്ക് സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ഞാൻ ആശംസിക്കുന്നു. ഇന്ന് ചീരംകുളം പൂരാണ് കേട്ടോ. അപ്പോൾ ഞാൻ അമ്പലത്തിൽ പോയി. ഭയങ്കര തിരക്ക് എന്ന് പറഞ്ഞാൽ ചുരുങ്ങിയതൊരു 10,000 ആളുകളെങ്കിലും അവിടെ ഒരു 10 മണിക്ക് തൊഴാനുണ്ടാവും. ഞങ്ങൾ സാധാരണ പോകുമ്പോൾ 2, 3, 4 ആളുകളാണ് അവിടെ ഉണ്ടാവാറ്. ഇന്നത്തെ തിരക്ക് കണ്ടപ്പോണ്ടല്ലോ എനിക്ക് അത്ഭുതമായി. അത്രയും തിരക്കാണ്. ഞാൻ തൊഴുതു. അപ്പോൾ നമുക്ക് ഇന്ന് എന്തെങ്കിലും ഒരു റെസിപ്പി എടുക്കണ്ടേ? സൺഡേ ആണ്, ഒരു റെസിപ്പി എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ കോളിഫ്ലവർ ഉണ്ട് ഇവിടെ. കോളിഫ്ലവർ കൊണ്ട് ഒരു പെപ്പർ ഫ്രൈ എടുത്താലോ എന്ന് ആലോചിക്കുകയാണ്. കോളിഫ്ലവർ എന്ന് പറഞ്ഞാൽ ഒരു ഫ്ലവർ വെജിറ്റബിൾ ആണല്ലോ. അത് വളരെ നല്ലതാണ് നമ്മുടെ ശരീരത്തിന്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. നിങ്ങൾക്കും ഇഷ്ടമാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് സമയം കളയാതെ വീഡിയോ എടുക്കാം. ഇനി നമുക്ക് അടുക്കളയിലേക്ക് പോകാം. പെപ്പർ കോളിഫ്ലവർ ഫ്രൈ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു കോളിഫ്ലവർ ഞാൻ ഇങ്ങനെ ചെറിയ ചെറിയ പീസസ് ആക്കി വെച്ചിട്ടുണ്ട്. അത് വെള്ളത്തിലിട്ട് വെച്ചിരിക്കുക കേട്ടോ. അത് ഇതിൽ എപ്പോഴും പുഴുക്കളോ ചെറിയ പ്രാണികളോ ഒക്കെ ഉണ്ടാവും. ഇത് സ്റ്റെറിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് വെള്ളം ബോയിൽ ചെയ്തിട്ട് അതിലേക്ക് ഉപ്പ്, കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടിയിട്ട് ഇട്ടിട്ട് അതൊന്ന് ബോയിൽ ചെയ്തതിന് ശേഷം ഈ കോളിഫ്ലവർ അതിലിട്ട് ഒന്ന് വേവിക്കാം കേട്ടോ. അപ്പോൾ അതൊന്ന് ബോയിലാവട്ടെ. കോളിഫ്ലവർ ഞാനൊരു സ്ട്രെയിനറിൽ ഊറ്റി വെച്ചിട്ടുണ്ട്. അത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഒരു 2 മിനിറ്റ് ഇതിൽ കോളിഫ്ലവർ കിടന്നാൽ മതി. അപ്പോൾ കോളിഫ്ലവർ ഒന്ന് ചെറുതായിട്ട് വെന്ത് കിട്ടും ചെയ്യും. അപ്പോൾ കോളിഫ്ലവർ നന്നായിട്ട് ബോയിലായി. ഇത് നമുക്കൊരു സ്ട്രെയിനറിലേക്ക് അത് അരച്ചെടുക്കാം. കണ്ടോ, പാകത്തിന് അത് വെന്ത് കിട്ടി കേട്ടോ. അപ്പോൾ അത് ഇതിലേക്ക് അരച്ചെടുത്തു. ഇനി നമുക്ക് ഇതിന് വേണ്ട മസാല തയ്യാറാക്കാം. മസാല തയ്യാറാക്കാൻ ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കേണ്ട ഒരു കടായിൽ. പോരാത്തതിന് കുറച്ച് നെയ്യോ ബട്ടറോ ചേർത്താൽ ഒരു ടേസ്റ്റ് വേറെയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് കുറച്ച് നെയ്യ് ചേർത്ത് കൊടുക്കാം. ഇത്ര മതി. ഇത് ബോയിലായി കഴിഞ്ഞാൽ അതിലേക്ക് കുറച്ച് കരിവേപ്പില ഇട്ട് കൊടുക്കാം. കരിവേപ്പില ഇവിടെ ഫ്രൈ ആയി. അതിലേക്ക് വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് എല്ലാം ഇട്ട് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് ഫ്രൈ ആവട്ടെ. അതൊക്കെ നന്നായിട്ട് മൂത്തു. ഇതിലേക്ക് നമുക്ക് സവാള ഇട്ട് കൊടുക്കാം. ഒരു സവാളയാണ് ഞാൻ എടുത്തിരിക്കുന്നത് കേട്ടോ. പച്ചമുളക് 2 എണ്ണം, വെളുത്തുള്ളി പിന്നെ ഓരോരുത്തരുടെ ആവശ്യത്തിനനുസരിച്ച്. ചിലവർക്ക് നല്ലോണം വെളുത്തുള്ളി ഇഷ്ടമുണ്ടാവും, ചിലവർക്ക് വെളുത്തുള്ളിയുടെ ടേസ്റ്റ് അധികം ഇഷ്ടമുണ്ടാവില്ല. അങ്ങനെയൊക്കെയുള്ള കൂട്ടത്തിലുള്ള ആൾക്കാരുണ്ടാവില്ല. നമുക്ക് നന്നായിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കണം. അത് പെട്ടെന്ന് ആവാൻ വേണ്ടി നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം. മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ഒന്ന് ഉള്ളി വാടട്ടെ. എന്നിട്ട് നമുക്ക് ഉപ്പ് ചേർക്കാം. ആവശ്യത്തിന് ഉപ്പിട്ടു. ഇത് നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം ഇതങ്ങോട്ട് മൂടി വയ്ക്കാം. അപ്പോൾ അത് പെട്ടെന്ന് ആയി കിട്ടും. അപ്പോൾ നമുക്കിതൊന്ന് നോക്കാം. ഉള്ളിയൊക്കെ ഒരുവിധം മൂത്തുടങ്ങി. ഇതിലേക്ക് നമുക്ക് ഈ തക്കാളി ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ ഗ്രേവിക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് ആട്ടോ. കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കാം. അപ്പോഴേ ഇത് അതിൽ കിടന്ന് അരിയുണ്ട്. ഒരു വല്ലാത്ത ടേസ്റ്റാണ് മല്ലിയിലയുടെ. ഇത് ഓപ്ഷനിലാണ്. ഇഷ്ടമല്ലാത്തവർ ഇടണ്ട കേട്ടോ. ചിലവർക്ക് മല്ലിയിലയുടെ ടേസ്റ്റ് ഇഷ്ടപ്പെടില്ല. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. തക്കാളി ഒന്ന് നന്നായിട്ടൊന്ന് വെന്ത് കിട്ടട്ടെ. അപ്പോൾ അതിലേക്ക് നമുക്ക് ബാക്കിയുള്ള പൊടികളൊക്കെ ഉണ്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഒക്കെ ഒന്ന് ഇളക്കാം. ഒരുവിധം ഫ്രൈ ആയിരിക്കണം. ആദ്യം നമുക്ക് കുറച്ച് ഗരം മസാല ചേർത്ത് കൊടുക്കാം. നല്ല ജീരകപ്പൊടി, പെരിഞ്ജീരകത്തിൻ്റെ പൊടി, കുരുമുളക് കുറച്ച് മുന്തി നിന്നോട്ടെ കേട്ടോ. 1 സ്പൂൺ മല്ലിപ്പൊടി, 1 സ്പൂൺ മുളക് പൊടി. ഒരു കളറിന് വേണ്ടിയിട്ടാണ് ഞാൻ മുളക് പൊടി ചേർത്തിട്ടുള്ളത്.
എല്ലാം കൂടിയിട്ട് ഒന്ന് ടേസ്റ്റ് മാറുന്ന വരെ ഒന്ന് ഇളക്കി കൊടുത്ത് ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കണം. എന്നാലേ ഇതൊരു പേസ്റ്റ് ആവുള്ളൂ. വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇതിലേക്ക് നമുക്ക് കോളിഫ്ലവർ ഇട്ട് കൊടുക്കാം. കണ്ടോ, കോളിഫ്ലവർ ഇതാണ്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ എല്ലാം കൂടി നല്ല ഒരു യോജിപ്പ് വരും. ഒന്ന് മിക്സ് ചെയ്യാം. അപ്പം അത്രേ ആവശ്യമുള്ളൂ. ഇത് വെന്തതാണല്ലോ. ഇതൊന്ന് ഒരു പേസ്റ്റ് രൂപമാവട്ടെ ഈ മസാല. അപ്പം അതിലെല്ലാം പിടിച്ചോളൂ. അടച്ചു വെച്ച് വേവിക്കും. കോളിഫ്ലവർ എങ്ങനെയായി നോക്കാം. നല്ല ഡ്രൈ ആയി കേട്ടോ. ഉടഞ്ഞിട്ടൊന്നുമില്ല. ഇതിലേക്ക് നമുക്ക് കുറച്ച് ടൊമാറ്റോ സോസ് ഒഴിച്ചു കൊടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ കുറച്ച് ചെറുനാരങ്ങയുടെ നീര് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ചെറുനാരങ്ങ നീര് ഞാൻ ഇപ്പോൾ ഇവിടെ ചേർക്കുന്നില്ല. ഞാൻ ടൊമാറ്റോൻ്റെ സോസ് മാത്രമേ ചേർക്കുന്നുള്ളൂ. ഇത്ര മതി. കുറച്ച് നെയ്യും ചേർത്ത് കൊടുക്കാം. ഇത് പ്രത്യേക ടേസ്റ്റാണ് അതിന്. മല്ലിയിലയും കരിവേപ്പിൻ്റെ ഇലയും ഇട്ട് കൊടുക്കാം. ഒരു 2 മിനിറ്റ് നമുക്കിതൊന്ന് അടച്ചു വയ്ക്കാം. കോളിഫ്ലവർ പെപ്പർ ഡ്രൈ ഫ്രൈ ഇവിടെ റെഡിയായി. ഇത് വളരെ എളുപ്പമാണ് നമുക്ക് ഉണ്ടാക്കാൻ. കറി വെക്കണേക്കാളും എളുപ്പമാണ്. ഒരു ഡ്രൈ ഫ്രൈ ഉണ്ടെങ്കിൽ നമുക്ക് ചപ്പാത്തിക്കോ പൊറോട്ടയ്ക്കോ ദോശയോ നെയ്ച്ചോറോ എന്തിനു വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഈവൻ ചോറിന് പോലും നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ കോളിഫ്ലവർ ഫ്രൈ എത്ര പെട്ടെന്ന് ഉണ്ടാക്കി കഴിഞ്ഞു അല്ലേ. പെപ്പർ ഫ്രൈ ആണ് കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നിങ്ങൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്നെ ഒന്ന് പ്രോത്സാഹിപ്പിക്കണം. ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം. എല്ലാവർക്കും നല്ലൊരു ദിവസം ഒന്നും കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. ഇനി പുതിയ വീഡിയോ ആയിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വരും. കുറച്ച് വീഡിയോയിലും ഒക്കെ വ്യത്യാസങ്ങൾ വരുത്തണമെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. അപ്പോൾ അതെങ്ങനെയാണ് വേണ്ടത്, എന്താ വേണ്ടതെന്നൊക്കെ ഒന്ന് ആലോചിച്ച് ചെയ്യണം. അതിന് കുറച്ച് സമയം നമ്മൾക്ക് വേണമല്ലോ. ഇനി നിങ്ങളുടെ മുമ്പിൽ എത്രയും പെട്ടെന്ന് പുതിയ വീഡിയോ ആയിട്ട് വരാൻ എനിക്കും നിങ്ങൾക്കും ഒരുപോലെ ആരോഗ്യവും ആയുസ്സും ഒക്കെ ഭഗവാൻ ഉണ്ടാക്കി തരും.